നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഹർഷേ, അവനേതാ? കാണുമ്പോഴേ ഒരു ക്രിമിനൽ ലുക്ക് ഉണ്ടല്ലോ. അവൻ എന്തിനായി ഇവിടെ വന്നേ? ഓ, അവൻ മാത്രമല്ലല്ലോ വന്നേ. സുശീലാന്റി ഇല്ലേ, അവരുടെ കുഞ്ഞമ്മയുടെ കൊച്ചുമോനെ അവൻ മുരുകൻ. ആ തള്ളയെ കാണുന്നത് പോലെ എനിക്ക് കരിയാണ്. അത് പോരാഞ്ഞിട്ടാണോടി കണ്ട ക്രിമിനൽസിനൊക്കെ എന്റെ വീട്ടിലേക്ക് വിളിച്ചോണ്ട് വരുന്നേ? മുരുകൻ ക്രിമിനലാണെന്ന് നിങ്ങളോട് ആരാ പറഞ്ഞേ? നിങ്ങൾക്ക് ഇഷ്ടമുള്ളിടത്തൊക്കെ നിങ്ങൾക്ക് പോകാമെങ്കിൽ എനിക്ക് ഇഷ്ടമുള്ളവരൊക്കെ എന്നെ തിരക്കി ഇങ്ങോട്ടും വരും. എടി, എന്തിനാടി കണ്ട അലവലാദികളൊക്കെ എന്റെ വീട്ടിലേക്ക് എഴുന്നള്ളിക്കുന്നേ? നിനക്ക് ഇഷ്ടമുള്ളവരോടൊപ്പം നീ അങ്ങ് പൊയ്ക്കോ. എന്റെ വീട്ടിൽ കണ്ടവന്മാരൊക്കെ കയറി നിരങ്ങാനുള്ള ഇടയാക്കാൻ ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. നിങ്ങളുടെ സമ്മതം ആർക്ക് വേണം? നിയമപരമായിട്ടേ ഈ വീട് എന്റെ പേരില്. പിന്നെ എനിക്ക് ഡിവോഴ്സ് നോട്ടീസ് അയച്ച് നിങ്ങൾക്ക് എന്റെ നേരെ ഇനി ഒരു ഭർത്താവിന്റെ അധികാരം പോലും കാണിക്കാൻ പറ്റില്ല. പിന്നെ മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി എന്നെ ചോദ്യം ചെയ്യാതെ ജീവിക്കാൻ നോക്ക്. ഇല്ലെങ്കിലേ നിങ്ങളെ ഇറക്കി വിടും ഞാൻ. എന്നെ ഇറക്കി വിടാൻ മാത്രം വളർന്നോടി നീ. അതിനെന്ത് അധികാരമാണ് നിനക്കുള്ളത്? അല്ല, ആരുടെ ധൈര്യത്തിലാണ് നീ ഇവിടെ കിടന്ന് നികളിക്കുന്നേ? എന്നെ ശാരീരികമായി ഉപദ്രവിക്കാൻ ശ്രമിച്ചാലുണ്ടല്ലോ, തന്നെ ഞാനേ ജയിലിൽ കയറ്റും. എന്റെ മൂക്കിന് നേരെ വിരളി ചൂണ്ടിയാ ജയിലിൽ പോകേണ്ടി വന്നാലും ആ വിരളി ഞാനങ്ങ് ഒടിക്കൂടി. ഓഹോ, എങ്കിലേ ഇയാൾ ഒടിക്ക്. ഒടിക്ക് താൻ. എന്താ ഒടിക്ക്? എന്താ എടാ, ധൈര്യം ഉണ്ടെങ്കിൽ ഓടിക്കടാ. വേണ്ട, എന്നെ കൊണ്ട് എന്തെങ്കിലും ചെയ്യിച്ചേ അടങ്ങുന്നുള്ള നിന്റെ വാശിയുണ്ടല്ലോ, അത് നല്ലതിനല്ല ഹർഷേ നിനക്ക്. നിക്കവിടെ. എനിക്ക് നല്ലത് വരാൻ വേണ്ടി ഇയാള് പിന്മാറണ്ട. രണ്ടിലൊന്നും നമുക്ക് ഇപ്പൊ തന്നെ തീരുമാനിച്ചേക്കാം. എന്തായാലും രണ്ടാളും ഇനി ഒരുമിച്ച് പോവില്ലെന്ന് ഉറപ്പാ. മാറി നിൽക്കണേ അങ്ങോട്ട്. ഇല്ലെങ്കിലോ? മാറി നിൽക്കാനല്ലേ പറഞ്ഞേ? മാറിയില്ലെങ്കിലോ? മാറി നിൽക്കണേ അങ്ങോട്ട്. അയ്യോ, എന്നെ തള്ളി വീഴ്ത്തിയേ. ആരെങ്കിലും ഒന്ന് ഓടി വായോ. ഞാൻ നിന്നെ തള്ളി വീഴ്ത്തിയൊന്നുമില്ലല്ലോ, ഞാൻ നിന്നെ മാറ്റി നിർത്തിയെന്നേ ഉള്ളൂ. വാ, എഴുന്നേക്ക്. എന്നെ തുടരുത്. ഗർഭിണിയായി എന്നെ പിടിച്ച് തള്ളിയിട്ട് സഹായിക്കാൻ വരുന്നു. എനിക്കറിയാം, എന്റെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ നിങ്ങളുടെ ലക്ഷ്യം എന്ന് എനിക്കറിയാം. എന്തൊക്കെ സഹിച്ചിട്ടായാലും ദൈവം എനിക്ക് ആയുസ് തന്നിട്ടുണ്ടെങ്കിൽ ഞാനേ എന്റെ കുഞ്ഞിന് ജന്മം നൽകിയിരിക്കും. അയ്യോ,